പാലാ പുൻകുന്നം റോഡിൽ സ്കൂൾ ബസിന് പിന്നിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനമിടിച്ച് അപകടം. പരിക്കേറ്റ വിദ്യാർത്ഥികളെ കാഞ്ഞിരപ്പള്ളി ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സനോജ് സുരേന്ദ്രൻ ചേരുകയാണ് കോട്ടയത്ത് നിന്നും. സനോജ്, ഇന്ന് രാവിലെ ഏതാണ്ട് 8 മണിയോടെയായിരുന്നു അപകടമെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആർക്കൊക്കെയാണ് ഈ പരിക്ക് പറ്റിയിരിക്കുന്നത്? അയ്യപ്പന്മാർക്കും പരിക്ക് പറ്റിയിട്ടുണ്ടോ? എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? കർണാടക സ്വദേശികൾ സഞ്ചരിച്ച ബസ്സാണ് കാഞ്ഞിരപ്പള്ളി സ്വകാര്യ സ്കൂളായിരുന്ന സെന്റ് മേരീസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച സ്കൂൾ ബസിന്റെ പിന്നിൽ വന്ന് ഇടിക്കുന്ന സാഹചര്യമുണ്ടായത്. പാലായിൽ നിന്നും എരുമേലിയിലേക്ക് വരികയായിരുന്ന ബസ് അതിന് മുന്നിൽ പോയ സ്കൂൾ ബസിന്റെ പിന്നിലാണ് ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ 4 കുട്ടികൾക്ക് ചെറിയ പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. ഇവരെ പിന്നീട് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കുട്ടികളുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. അയ്യപ്പന്മാർക്കും ചെറിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. കർണാടക സ്വദേശികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഈ സ്കൂൾ ബസിന്റെ പിന്നിൽ ബസ് ഇടിച്ചതിനു ശേഷം പിന്നീട് നിയന്ത്രണം വിട്ട തീർത്ഥാടക വാഹനം സമീപത്തെ കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. സിന്ധൂരി, സനോജ്, ഈ ഒരു അപകട കാരണം എന്താണെന്ന് വ്യക്തമായിട്ടുണ്ടോ? അമിത വേഗതയിലായിരുന്നോ ബസ്? പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ പലപ്പോഴും അപകടങ്ങൾ തുടർക്കഥയാണ്. കാരണം വളരെ വേഗതയിൽ വാഹനങ്ങൾ പോകുന്നതും പ്രത്യേകിച്ച് അന്യദേശത്തുനിന്നും വരുന്ന തീർത്ഥാടകർക്ക് പാതയെക്കുറിച്ച് വലിയ ധാരണയില്ലാതെ വരുന്നതും പലപ്പോഴും അപകടത്തിന് വഴിയൊരുക്കാറുണ്ട്. ഇന്നും ആ സമാനമായ സാഹചര്യമാണ് ഉണ്ടായത്. മുൻഭാഗത്തൂടെ പോവുകയായിരുന്ന സ്കൂൾ ബസിന്റെ പിന്നിലാണ് ഈ തീർത്ഥാടക വാഹനം ഇടിച്ചത്. വേഗതയിൽ വന്നതിന് ശേഷം ബ്രേക്ക് ചവിട്ടി നിർത്താൻ കഴിയാതെ വന്നതിനെ തുടർന്നാണ് ബസിന്റെ പിന്നിൽ ഇടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും വലിയൊരു ദുരന്തം വഴിമാറിയെന്ന് വേണം പറയാൻ. കാരണം ഈ സ്കൂൾ ബസിന്റെ പിന്നിൽ വാഹനം ഇടിച്ചുവെങ്കിൽ കൂടിയും ചെറിയ പരിക്കുകൾ മാത്രമാണ് 4 കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് നിയന്ത്രണം വിട്ട ബസ് സമീപത്തെ വ്യാപാര സ്ഥാപനത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അയ്യപ്പന്മാർക്കും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. സിന്ധൂരി.